ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ത് വീഡിയോ ആണ്. അങ്ങനെ ലയോന ഇവിടെ ഒമാനിൽ സ്കൂളിൽ ചേർത്തി, KG 1 ചേർത്തിയത്. അപ്പോൾ നാളെയാണ് ഓളെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂള്. അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഇത് അതിൻ്റെ തലേന്നെടുത്ത വീഡിയോ ആണ്. ഇതിൻ്റെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഷോപ്പിൽ പോയി അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, പൗച്ച്, ബാഗ് ഇങ്ങനത്തെ എല്ലാം വാങ്ങി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നതാണ്. നാളെ രാവിലെയാണ് നമുക്ക് ക്ലാസ്സിൽ പോവേണ്ടത്. അതൊക്കെ എടുത്ത് വെച്ച് ഇനി ഓളെ ബുക്സ് ഒന്ന് ട്രാൻസ്പെറൻറ്റ് കവർ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അങ്ങനെ അത് ചെയ്യുന്നതാണ്. പിന്നെ നെയിം സ്ലിപ്പ് എല്ലാം ഒട്ടിച്ച് ഈ ടൈമിൽ ലോക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഓളെ ബുക്സ് എല്ലാം കണ്ടിട്ട്. എത്രയാ 11 ബുക്സ് ഉണ്ട്. ബുക്സ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ബുക്സോ KG 1 ആലോചിച്ച്. പിന്നെ നാളെ KG 1A സ്റ്റുഡൻസ് എല്ലാവരും യെല്ലോ കളർ ഡ്രസ്സാണ് ഇടേണ്ടത്. അങ്ങനെയുള്ള ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി കിടത്തിയപ്പോഴാണ് ലയ്യു പറയുന്നത് ഓക്ക് മൈലാഞ്ചി ഇടണം, നാളെ ഫസ്റ്റ് ഡേ അല്ലേ ഉമ്മ എനിക്ക് മൈലാഞ്ചി ഇട്ടാൽ. മൈലാഞ്ചിയിൽ ഇട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. പിറ്റേന്ന് മോർണിംഗ് ആയി. ലയ്യു മാഷാല്ലാ നല്ല ഹാപ്പി ആയിട്ടാണ് എണീച്ചത്. വേഗം എണീച്ചിന് വിളിച്ചപ്പോൾ തന്നെ. പിന്നെ മൈലാഞ്ചിയെല്ലാം നല്ല റെഡ് കളറായോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്ന ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി ഇടാൻ. അങ്ങനെ ഓളൊന്ന് ഫ്രഷ് ആക്കി കൊടുത്ത് ഞാൻ ഓളെ സ്നാക്ക് ബോക്സ് റെഡിയാക്കുന്ന. ഓൾക്ക് ഇഷ്ടമുള്ള സ്നാക്സ് തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിന്. അങ്ങനെ സ്നാക്ക് ബോക്സും വാട്ടർ ബോട്ടിലും നാപ്കിനെല്ലാം ബാഗിൽ വെച്ച് പിന്നെ ഫുഡ് കൊടുത്ത്. ഫുഡൊന്നും ഫുള്ള് കഴിച്ചിട്ടൊന്നുമില്ല, കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇവിടെ നിന്നൊരു 8 മിനിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട് സ്കൂളിലേക്ക്. 8:15 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇന്ന് 10:30 വരെ ഉള്ളൂ, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ. പിന്നെ റെഗുലർ ടൈം 8:15 to 12:30 വരെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തൊരു ഡേ ആണ് ഇന്ന്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സ്കൂളെത്തുന്നവരെ. ക്ലാസ്സിൽ കയറുമ്പോൾ കരയുമോ എന്നെല്ലാം ആലോചിച്ചിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഓള് നല്ല ഹാപ്പി ആയിട്ടാണുള്ളത്. ഞാനിങ്ങനെ സ്കൂളെത്തുന്നവരെ ഓളിങ്ങനെ കംഫർട്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഓൾ ഓക്കെ ആണ്. എന്നാലും എനിക്കൊരു ടെൻഷൻ. എനിക്കൊന്ന് എല്ലാ പാരൻസിനും ഫസ്റ്റ് മക്കളെ സ്കൂളിലാക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് തന്നെ ആയിരിക്കും. അങ്ങനെ ഇതാ ആ കാണുന്നതാണ് സ്കൂളെത്തി. ഇന്ത്യൻ സ്കൂൾ LCBയിലാണ് ലയ്യു പഠിക്കുന്നത്. ഇവരെ വെൽക്കം ചെയ്യാനായിട്ട് KG സെക്ഷൻ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിന്. നല്ല ഉണ്ടേനു കാണാൻ. ലയ്യു ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നോക്കി നിൽക്കുന്നുണ്ടേനു.
അയ്യോ ഹാപ്പി ആയിട്ടിരിക്ക. ആ ഇവിടെ തന്നെ നിൽക്കും ഉമ്മ. ഇതാണ് ലെയോൻ്റെ ക്ലാസ്. KG1A ആണ് ലെയോൻ്റെത്. കുറേ കുട്ടികളുണ്ട് ക്ലാസ്സിൽ. ഓള് നല്ല ഹാപ്പി ആയിട്ട് തന്നെ കളിക്കുന്നുണ്ടേനും. ഒരു ഫ്രണ്ടിനെല്ലാം കിട്ടീന്. പിന്നെ ഓളോട് നമ്മൾ പുറത്ത് ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നെല്ലാം പറഞ്ഞിട്ടാണ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പുറത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശരിക്കും കരച്ചിൽ വന്ന്. ഞാൻ ഡോറിലിങ്ങനെ നോക്കുമ്പോൾ ഓൾ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്ന ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും കരച്ചിൽ വന്ന്. അങ്ങനെ മനു കളിയാക്കുന്നുണ്ടേനും. ഓള് കരയുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ കരയുന്നതെന്നെല്ലാം പറഞ്ഞ്. മനുവിനും എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ട്, പറയാൻ പറ്റാത്ത ഒരു ഫീലിങ്സാണ്. സ്കൂള് നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ 10:30 ആയി. മാഷാ അല്ലാ ലെയോ നല്ല ഹാപ്പി ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഫുള്ള് ഫുഡ് പിന്നെ ഞാൻ ബാഗ് എടുത്തിട്ട് എന്നോട് മറന്നു വേണ്ട ബാഗ് എടുക്കില്ലയോ. പിന്നെ ഓടിപ്പോയിട്ട് എടുത്തില്ലേ. എത്ര ബുക്സാ ഉള്ളത് ലെയുന്? അതെല്ലാം ഉണ്ട്. ഫ്രണ്ട്സ് ആയാ മിൻഹയാ? എന്താ ചോദിച്ചല്ലയോ അന്നേരം? ലയുനോട് ചോദിച്ചിനാ? ലയു പിന്നെ നമ്മള് രണ്ടാളും കളിച്ചു. ഫുള്ള് ബനാനയും നട്ട്സും എല്ലാം ഗുഡ് ഗേൾ. ഇതാണ് ലെയുവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോകുന്ന. ഇനിയും നല്ല നല്ല വീഡിയോസ് എല്ലായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. ബൈ.